my dear sweeties, welcome back to my channel Aiswarya. So നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ DIY സ്കിൻ കെയർ സീരീസിലുള്ള 4th വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിലോട്ട് പോവുക. അവിടെ നമ്മുടെ 3 വീഡിയോസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ക്ലെൻസർ, പിന്നെ 2 ടോണേഴ്സ്. അപ്പോൾ ഇതിൽ ഈ 3 നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സീറം. ഇത് നമ്മുടെ സീറം വീഡിയോ ആണ്. ഫസ്റ്റ് ക്ലെൻസർ, ടോണർ ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള സീറം ഓർ മൈക്രോ എസെൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു ഈസി ആയിട്ടുള്ളൊരു സീറമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാം. അതിനുശേഷം ആ സീരീസ് പോയി നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഐക്കാർഡിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതും കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് കാണാനായിട്ട് പറ്റും. സോ ഈ നമ്മുടെ ഈ വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. ഇവരുടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു ഈ ഒരു DIY സ്കിൻ കെയർ പ്രോഡക്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. സോ എല്ലാവരും കണ്ടു നോക്കാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നല്ലൊരു ചേഞ്ച് തരുന്ന, നമ്മുടെ സ്കിന്നിന് നല്ലൊരു ചേഞ്ച് തരുന്ന ഒരു സീരീസ് ഓഫ് പ്രോഡക്ട്സ് ആണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സീറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വൈറ്റമിൻ സിയുടെ ഒരു സീറമാണ്. സോ ഇത് എന്തായാലും നമ്മുടെ സ്കിന്നിന് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് എവിടെ സെർച്ച് ചെയ്താലും അറിയാനായിട്ട് പറ്റും. വിറ്റാമിൻ സി പോലൊരു നല്ല സംഭവം നമ്മുടെ സ്കിന്നിന് അത്രയും വൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് പോകാനും വൈറ്റമിൻ സി പോലൊരു നല്ല സംഭവം വേറെ ഒന്നുമില്ല. സോ എല്ലാവരും ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് കാണാൻ ട്രൈ ചെയ്യുക. ബിക്കോസ് നമ്മുടെ സ്കിന്നിന് എത്രമാത്രം നല്ലതാണോ അതേപോലെ തന്നെ ജസ്റ്റ് ഒരു വ്യത്യാസം എന്തെങ്കിലും വന്നാൽ തന്നെ അത്രയ്ക്കും മോശമാണ് നമ്മുടെ ഈ വിറ്റാമിൻ സി. മീൻസ് ഈ ഒരു സീറം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിലല്ലെങ്കിൽ നമുക്ക് റെഡ്നെസ് ഉണ്ടാവാം, റാഷസ് ഉണ്ടാവാം, പിന്നെ നമുക്ക് പിമ്പിൾസ് ഉണ്ടാവാം, പിന്നെ അങ്ങനെ ഒരുപാട് അലർജിക് പ്രോബ്ലംസ് നമുക്ക് സ്കിന്നിന് വരും. ഫേസൊക്കെ വളരെ മോശമാവാൻ ഈ ഒരു വിറ്റാമിൻ സി സീറം മതി. സോ അതിൻ്റെ പ്രൊപ്പോർഷൻസ് കറക്റ്റായിട്ടൊന്ന് കണ്ടതിന് ശേഷം മാത്രം ഇതൊന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. കാരണം ഞാൻ വീഡിയോ തന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെ പ്രൊപ്പോർഷൻസ് നമ്മൾ എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്യുമ്പോൾ എത്ര ആഡ് ചെയ്യണം എന്നുള്ളൊരു പ്രൊപ്പോർഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഇത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു സീറമാണ് നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്രയും രൂപ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും വീട്ടിലായിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും ഭയങ്കര ഈസി. സോ അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം വന്നിട്ട് കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിലും കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നമ്മുടെ സൂപ്പർ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ആ പ്ലേ ലിസ്റ്റും കൂടെ പോയി ചെക്ക് ചെയ്ത് നോക്കാം, മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടാബ്ലറ്റാണ് വേണ്ടത്, വിറ്റാമിൻ സിയുടെ. ഇത് നമ്മുടെ US 500 എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റാണ്. പിന്നെ നെക്സ്റ്റ് ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. സാധാരണ ഗ്ലിസറിൻ തന്നെയാണ്. അതിനുശേഷം ഡിസ്റ്റിൽഡ് വാട്ടർ വേണം. ഡിസ്റ്റിൽഡ് വാട്ടർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. സോ ആർക്കെങ്കിലും ഇത് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. ആൻഡ് ഈ ഒരു ടാബ്ലറ്റ് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. ഇത് US ബയോട്ടിക്സിൻ്റെ ആണല്ലേ. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് ച്യൂവബിളാണ്, അല്ലാത്തതാണ് ആവശ്യം. ബട്ട് അതിപ്പോൾ കോവിഡ് ആയതിനു ശേഷം കിട്ടുന്നില്ല. ഞാൻ അതൊന്ന് പൗഡർ ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു 4 ടീസ്പൂൺ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടാബ്ലറ്റ് ഒരു 1/4 ടീസ്പൂണേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതിലോട്ട് 4 ടീസ്പൂൺ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലംസൊക്കെ പോയി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലത്തെ ഒരു ബോട്ടിലെടുക്കണം. ബിക്കോസ് നമ്മുടെ വിറ്റാമിൻ സി പെട്ടെന്ന് ഓക്സിഡൈസ് ആവും. സോ അതേപോലെ ഒരു ബോട്ടിലോട്ട് ഞാനത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത് അപ്ലൈ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലാകെ ഇതൊന്ന് ഡ്രോപ്പ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഡാബ് ചെയ്ത് എല്ലാ സ്ഥലത്തോട്ടും എത്തിച്ചു കൊടുത്താൽ മതി. ഫസ്റ്റ് T സോണിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ എല്ലാ ഏരിയയിലും എത്തിച്ചു കൊടുത്താൽ മതി. സോ ഇതാണ് നമ്മുടെ ആ ഒരു സീറം. സിറം കണ്ടല്ലോ, അത് ഞാൻ ചെയ്തത് 5% ആണ്. സോ നമ്മളിത് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ടാബ്ലറ്റാണ് യൂസ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു പൗഡർ ഉണ്ടല്ലോ, വിറ്റാമിൻ സി പൗഡർ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പെർസെൻറ്റേജ് ആൻഡ് പ്രൊപ്പോർഷനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബിക്കോസ് അത് നല്ലോണം കോൺസെൻട്രേറ്റഡ് ആണ്. ഈ ഒരു
നമ്മുടെ ഈ ഒരു ടാബ്ലറ്റിനെക്കാട്ടിയും കോൺസെൻട്രേഷൻ അതിനുണ്ട്. സോ അത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും 5% സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ 10%, 15%, 20% അങ്ങനെ പോവാം. 20 ആണ് നമ്മുടെ മാക്സിമം. നമുക്ക് 20% വരെ യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിന് 20% ആണ് ആവശ്യമായിട്ടുള്ളത്. ബട്ട് അതിലോട്ട് നേരെ പോകാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് നമുക്ക് ആ ഒരു സ്കിന്നിന് ആ ഒരു സീറവും മറ്റും ഒരു പരിചയം വേണം. മീൻസ് അതൊന്ന് റെഡിയായി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് 5% തന്നെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് 20% എത്തുക. അത് എത്തിക്കഴിഞ്ഞാൽ അതുവരെയും നമ്മളിപ്പോൾ 5% യൂസ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, അലർജി ഒന്നും ഉണ്ടാകത്തില്ല. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ 10% യൂസ് ചെയ്യുക. 10% യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നം ഇല്ലെങ്കിൽ മാത്രം 15% യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ 15% യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു അലർജി എല്ലാം വരുവാണെങ്കിൽ ബാക്ക് ടു 10%, അത് കുറച്ച് ദിവസം കൂടെ ഒരു വീക്കും കൂടെ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ 15 and 20 പോവുക. 20 കഴിഞ്ഞിട്ട് അപ്പോഴും നമുക്ക് അലർജി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ 20% തന്നെ കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് അപ്പോൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ യൂസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം, നമ്മൾ പുറത്തൊന്നും പോകണില്ലെങ്കിൽ കുഴപ്പമില്ല എങ്കിൽ കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നൈറ്റ് യൂസ് ചെയ്യാനാണ്. ബിക്കോസ് നമ്മൾ ഈ ഒരു ട്രാൻസ്പാരൻറ്റ് ബോട്ടിലിൽ വയ്ക്കാത്തത് പോലും ഇതൊന്ന് ഓക്സിഡൈസ് ആയി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓക്സിഡൈസ് ആവുന്നതിന് കൂടെ തന്നെ നമുക്ക് കരിവാളിപ്പ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ എപ്പോഴും സൂര്യനൊക്കെ ഒന്ന് അസ്തമിച്ചതിന് ശേഷം ഈവനിങ് ടൈമിൽ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുമല്ലോ, നൈറ്റിൽ സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉറങ്ങാൻ പോവുക. സോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാണ്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്കിന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. കരിവാളിപ്പൊക്കെ ഉണ്ടാവാനായിട്ട്, മീൻസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ എപ്പോഴും എന്താ ചെയ്യുക, നൈറ്റിൽ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഞാൻ ഇവിടെ നമ്മുടെ ഒരു പ്രപ്പോർഷൻ ആഡ് ചെയ്തേക്കാം. ഇത്ര സ്പൂൺ ഓഫ് നമ്മുടെ ആ ഒരു പൗഡർ, മീൻസ് ആ ഒരു വിറ്റാമിൻ സി പൗഡറിന് ഇത്ര സ്പൂൺ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ ആൻഡ് ഗ്ലിസറിൻ ആഡ് ചെയ്യാനുള്ള ഒരു പ്രപ്പോർഷൻ ആഡ് ചെയ്തേക്കാം. ബിക്കോസ് നമ്മുടെ ഈ ടാബ്ലറ്റ് വെച്ച് ചെയ്യുവാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല. ബട്ട് നമ്മൾ ഈ ഒരു നമ്മൾ ആ ഒരു പൗഡർ വെച്ച് ചെയ്യുവാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അത് നോക്കിയിട്ട് തന്നെ യൂസ് ചെയ്യുക. പിന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും യൂസ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക. യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അതൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ വീഡിയോസിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക. എനിക്ക് പ്രശ്നം ഒന്നും ഉണ്ടാക്കാത്ത പ്രോഡക്റ്റ്സാണ് ഞാൻ ഈ വീഡിയോസിൽ ചെയ്യാറ്. ബട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നും എൻ്റെ സ്കിന്നും ഒരേപോലെ ആയിരിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി നമ്മുടെ സൂപ്പർ വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെയും ദിസ് ഈസ് ഐശ്വര്യ സൈനിങ് ഔട്ട്. ബൈ.